എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇവിടെ കുടുംബശ്രീ ചേച്ചിമാര് തോട് വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അയൽവക്കത്ത് തന്നെയുള്ളവരാണ് എല്ലാവരും തന്നെ. അവരൊരു 10-30 പേരുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ അവർ ടൂൾസൊക്കെ ആയിട്ട് അവരുടെ മമ്മട്ടി സംഭവങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 4 ആണുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഞാനിപ്പോൾ വർക്ക് കാണിച്ചു തരാം അവരുടെ എങ്ങനെയാണെന്ന്. കുറേ പേര് മണ്ണ് കോരി തോട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആണുങ്ങളെല്ലാവരും മുള വെട്ടിയിട്ട് ഇതിന് കുത്താനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ ആദ്യം മണ്ണ് വെട്ടി റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാവിരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 4 മണിയാകുമ്പോൾ ചായക്ക് കടി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 പേർക്ക് ഉള്ള ചായക്ക് കടി സുഖിയനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സുഖിയൻ നല്ല ടേസ്റ്റുള്ള സംഭവമല്ലേ. നമ്മൾ ചായക്കടയിൽ നിന്ന് പഞ്ചസാര ഇട്ട് സുഖിയൻ കഴിച്ചിട്ടുള്ളവർക്ക് സുഖിയനൊരു അത്ര ടേസ്റ്റുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ നല്ല ശർക്കര ഇട്ട് ഏലക്കായും ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പർ സംഭവമാണ് സുഖിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു വെക്കാം. പയർ ഞാൻ കുതിർക്കാനൊന്നും പോയില്ല എന്ന് വെച്ചാൽ അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഗ്ലാസ് ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടു. അതിൻ്റെ മുകളിൽ വരെ പയറിൻ്റെ ഒരു 2 ഇഞ്ച് മുകളിൽ വരെ ഞാൻ വെള്ളം ഒഴിച്ചു. എന്നിട്ട് 2 സ്റ്റീം അടിച്ചു. 2 സ്റ്റീം അടിച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് നേരം നിർത്തിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിൽ കിട്ടി. അപ്പോൾ സുഖിയനിലേക്ക് ഇടാനുള്ള ശർക്കര ഇത് ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്താണ് ഞാൻ ഉരുക്കിയത്. കുറച്ച് സമയം കൂടി ഒരുപാട് സമയം എടുത്ത് വേണം അങ്ങനെ ഉരുക്കണമെങ്കിൽ. കുറച്ച് വെള്ളം ചേർത്തിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക. അപ്പം ഇങ്ങനെ വരും. ഒരു 1/2 മുറി തേങ്ങ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 12 ഏലക്കായും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കുഞ്ഞി കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കിൻ്റെ ടേസ്റ്റാണ്. നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൈദപ്പൊടിയാണല്ലോ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു 1/4 കിലോ മൈദപ്പൊടി ഉണ്ട്. ഇത് നമുക്ക് ഈ 1/4 കിലോ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി എപ്പോൾ ചേർക്കുമ്പോഴും കുറേശ്ശെയായിട്ട് ചേർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവിടെയും കട്ട കെട്ടി കിടക്കും. അപ്പോൾ മൈദപ്പൊടി നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. എങ്കിൽ മാത്രമേ നല്ല കറുമുറാന്ന് ഉണ്ടാവുള്ളൂ അതിൻ്റെ പുറമെ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒന്നും കൂടി നല്ല കരിമുരാന്ന് ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. ഞാനിത്തിരി കറുമുറാന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പുറമേ സോഫ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് എന്തെന്നാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഓരോ വീടിൻ്റെയും ജനലിലൂടെയുള്ള കാഴ്ച വേറെ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ എൻ്റെ ജനലിൽ കൂടി കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടിയിലേക്ക് നമ്മുടെ ചെറുപയർ എടുത്തിടാം. ചെറുപയറിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വേവിക്കണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം പറ്റണവരെ ഒന്ന് ചെറുപയർ ഇടണം, നല്ലതായിരിക്കും. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. 1/2 കിലോ ശർക്കര അങ്ങനെ തന്നെ ചേർക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു 1/2 ഭാഗം ചേർത്ത് നോക്കുക. എന്നിട്ട് മധുരം നോക്കുക നന്നായിട്ട്. നിങ്ങളുടെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 400 ഗ്രാം വരെ ശർക്കര ചേർത്തായിരുന്നു. എനിക്ക് ഇത്തിരി മധുരം കൂടുതലാണ് വേണ്ടത്.
ശർക്കര ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് പിടിച്ച് വരും. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ പച്ച ചെറുപയറിൻ്റെ ആ പച്ച ചുവന്ന് മാറണ വരെ ഒന്ന് ഇളക്കണം കേട്ടോ. ഏലക്കായും ജീരകവും ചുക്കും കൂടി ഞാൻ ഇത്തിരി പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചേക്കണത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം കൂടിയെന്ന് തോന്നിയാലും ഇനി വെള്ളം കൂടിയെന്ന് തോന്നിയാൽ ഇല്ലേലും നിങ്ങൾ എന്തായാലും ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി അതിലോട്ട് ചേർത്തോളൂ കേട്ടോ. എല്ലാവരും ചെയ്യണ കാര്യമാണ്, അയ്യെന്നൊന്നും വിചാരിക്കണ്ട, എല്ലാവരും ചെയ്യണ കാര്യമാണ്. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കയ്യിൽ വെച്ച് പിടിയാൻ പറ്റുള്ളൂ. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി ചേർക്കണം. ആ അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റേ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൂടാറാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കുറേശ്ശെ എടുത്തിട്ട് മാറ്റി ഉരുട്ടി വെക്കാം. മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചതാണ് ചീനിച്ചട്ടിയിൽ നിന്ന്. നമുക്ക് പിടിയാം. അതുപോലെ തന്നെ മുക്കാനായിട്ട് സൗകര്യത്തിന് ഞാൻ ആ വലുതിൽ നിന്ന് ചെറുതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നന്നായിട്ട് സ്പൂൺ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇത് അടിയിലോട്ട് പോകില്ല. അപ്പോൾ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണം. ആ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൽ പത വരും. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഇഷ്ടംപോലെ നന്നായിട്ട് പത വരും. 35 സുഖിയനാണ് ഞാൻ ഉണ്ടാക്കിയത്. 1/2 കിലോ പയറുകൊണ്ട് 35 സുഖിയനാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഖിയൻ. നല്ല കറുമുറാന്നാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാടി പോണേ ഉള്ളൂ. ഇല്ല, ഇത് യൂട്യൂബിന്റെ വീഡിയോ എടുക്ക്. എന്നിട്ട് ഞാൻ അടുത്തെടുത്തിട്ട് വരാം ബാക്കിയുള്ളവർക്ക്. അത് 20 ഉള്ളു. അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, എൻ്റെ കൂട്ട് പറയണമെന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തർ അരിപ്പൊടിയാണ് ഇടുന്നത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അത് പറഞ്ഞു കൊടുത്തായിരുന്നു ഞാൻ. 30 പേർക്കാണ് ഉണ്ടായിരുന്നതെങ്കിലും 35 വേണ്ടി വന്നു. അപ്പോൾ ഇവർ ഈ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവർ കരയിൽ കയറി ഇരുന്നപ്പോൾ ഇതോ ഒരു പൊന്മാൻ വന്നവരുടെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മണ്ണിങ്ങനെ ചെത്തുകയാണല്ലോ, മണ്ണിങ്ങനെ വെട്ടുകയാണല്ലോ. മണ്ണ് വെട്ടി ഇങ്ങനെ ഇടുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ചെറിയ പാറ്റയും പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. അതിനെ പിടിച്ചിടാൻ വേണ്ടി ഒരു പൊന്മാൻ ഇവിടെ വന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുത്തൻ പേടിച്ചരണ്ട് ഷെഡിൻ്റെ ഒരു മൂലക്കൊരു ഗ്യാപ്പുണ്ട്. എലി തുറന്നാന്ന് തോന്നുന്നു, അതിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. അത് ആരാന്നറിയാവോ? വേറെ ആരുമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ ചേര തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് കാണുന്ന ചേരയാണത്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിരുന്നു ചേരനെ പറ്റി. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.